എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ മദ്രസയിൽ ചെറിയൊരു സെൻഡ് ഓഫ് പാർട്ടി നടത്തിയിരുന്നു കേട്ടോ. ക്ലാസ് വൈസ് ആയിട്ട് തന്നെ. അപ്പോൾ ഷാഹിലിത പഴംപൊരിയും കൊണ്ടുവന്നത്, അതുപോലെ ഒലിവറിൻ്റെ ഇറച്ചി കേക്ക്, പിന്നെ സിയാൻ തിരി കേക്ക്, പിന്നെ അഷ്മിലിൻ്റെ ജിലേബിയും. അപ്പോൾ അഷ്മിൽ തുറക്കുമ്പോൾ തന്നെ കൊതിയായിട്ട് ഇങ്ങനെ ചിരി വരുന്നുണ്ട്, അതിലേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ റസീൻ അതുപോലെ പഴംപൊരിയും. റസീൻ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് റസീൻ ഇങ്ങനെ തല ചോർന്ന് കുറവായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ അസ്രൻ്റെ ഒരു പഴംപൊരി, ഇത് വേറൊരു പഴംപൊരി. പിന്നെ ഗിന സമൂസേനും, അതുപോലെ ഇവ കട്ട്ലേറ്റ്. പിന്നെ ഇവ കട്ട്ലേറ്റിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, കിറ്റ്കറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഐദ അച്ചപ്പേനും, അതുപോലെ തെഹ്വ പിന്നെ കപ്പ് കേക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മക്കളൊന്ന് കൊണ്ടുവന്നത്. സാധാരണ 29 കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ടോട്ടൽ ഉള്ളത്, പക്ഷെ അന്ന് ഒരുപാട് പേര് ലീവ് ചെയ്യുന്നു കേട്ടോ, ഒരുപാട് ആബ്സെൻസ് വന്നു. പിന്നെ അതുപോലെ തലേന്ന് ലീവായ കുറച്ച് ആൾക്കാർക്ക് പിറ്റേന്ന് ഈ ഒരു സംഭവം ഉള്ളത് അറിയില്ലേനും. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ലേനും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല, നമുക്ക് നമ്മളെല്ലാവരും ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവർക്ക് എല്ലാവരും കൊണ്ടുവന്ന് നമ്മൾ മാത്രം കൊണ്ടുവന്നില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ അവർ പറയണം. പക്ഷെ എന്തായാലും പിന്നെ എല്ലാവരും റെഡി ആയിട്ടോ, പിന്നെ പ്രശ്നമൊന്നും ഇല്ലേനും. അങ്ങനെ ഓരോരുത്തരും കൊണ്ടുപോകും. ഞാൻ അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്ത്, അവരെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുക ചെയ്തത്. പിന്നെ ചെറിയ നമ്മൾ സാധനം തികയാണ്ടാവുമല്ലോ എന്നുള്ള പ്രശ്നം ഞാൻ എന്ത് ഇതെല്ലാം കട്ട് ചെയ്തിട്ടോ, കറക്റ്റ് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് കട്ട് ചെയ്യുക ചെയ്തത്. നമ്മൾ അന്ന് 16 കുട്ടികളെങ്ങാനുള്ളത്. അപ്പോൾ ഓരോ സാധനം ഞാൻ കറക്റ്റ് 16 ഒരു പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്ത്. എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെ ഇവൻ്റെ കട്ട്ലേറ്റിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു കേട്ടോ, എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പൊതുവെ എനിക്ക് തോന്നുന്നു പഴംപൊരിക്ക് പിന്നെയും വേണ്ടെന്ന് പറഞ്ഞു. അതന്നെ ഒരുപാട് പഴംപൊരി ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുമാതിരി ജിലേബിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ സെൻഡ് ഓഫിന്റെ സമയത്ത് ഒരുപാട് പിന്നെ ഇവർ കൊണ്ടുവന്ന സ്നാക്സ് വേസ്റ്റ് ആവില്ല കേട്ടോ. മക്കൾക്ക് മതിയായിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകലാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അത്ര ഓവറായിട്ടില്ല, ഒരു ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഒന്നും വേസ്റ്റ് ആയിട്ടില്ല കേട്ടോ, എല്ലാ മക്കൾ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അച്ഛൻ പൊടിയായപ്പോൾ കൂടി തിരിച്ചു കൊണ്ടുവരും കേട്ടോ, ഇത് ബാക്കിയായിട്ടുണ്ടല്ലോ എന്താ ചെയ്യുക ചോദിച്ചിട്ട്. അങ്ങനെ ബോയ്സിന് കൊടുത്ത് അതൊക്കെ അവർ കഴിക്കുക ചെയ്തത് കേട്ടോ. പിന്നെ ഗിനൻ്റെ സമൂസ, ഗിന ഒരുപാട് സമൂസ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ മക്കളൊക്കെ കഴിച്ചിട്ടും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ടീച്ചേഴ്സിന് കൊടുത്ത്, പിന്നെ ബാക്കിയുള്ള ഞാൻ ഗിനോട് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ബർസൻ്റെ പഴംപൊരിയും. അപ്പോൾ ബർസ പഴംപൊരിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം സെക്കൻഡ് പീരീഡ് ആയപ്പോൾ അമ്മ അത് കൊണ്ടുവന്നു കേട്ടോ. അപ്പം അമ്മ വരുന്നവരെ ബർസക്ക് ഭയങ്കര ടെൻഷനും, എപ്പോഴാ വരെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അമ്മ വന്നപ്പോഴാണ് ബർസക്ക് സമാധാനമായത്. പിന്നെ അടുത്തത് തെഹ്വൻ്റെ കപ്പ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുത്തത്, കാരണം അത് ഓരോ പീസായിട്ട് എല്ലാവർക്കും കൊടുക്കാനില്ലേനും. അപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് എന്തായി, എല്ലാവരും കഴിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഒന്ന് കംപ്ലീറ്റ് കൊടുക്കണം, എല്ലാവരും കഴിക്കണമെന്നില്ലേനും കേട്ടോ. അപ്പോൾ തെഹ്വനെ വിളിച്ച് തെഹ്വക്കത് കൊടുത്ത് തെഹ്വ എല്ലാവർക്കും അതങ്ങനെ ഷെയർ ചെയ്തു. അസ്രക്കും ഇവർക്കുള്ള എടുത്തോ? അല്ല, അസ്രന്റെ ഇവർക്കുള്ള എടുത്തക്കണേ. പഴംപൊരിയിൽ ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ശരിക്കും പഴംപൊരി എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ഇവർക്ക് ഓരോന്നെ കൊടുക്കുകയും, പക്ഷേ ഇനി മക്കൾക്കൊരു വിഷമമാവണ്ടല്ലോ, അവനവൻ കൊണ്ടുവന്നത് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില പഴംപൊരി ചെറുതായതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്, കാരണം കുഞ്ഞു കുഞ്ഞു പീസാക്കാൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് ചെറിയ പീസായതുകൊണ്ട് ഈ മക്കളെല്ലാം കഴിച്ചിട്ടോ. ചിലപ്പോൾ ഒന്ന് ഫുള്ള് കഴിക്കണമെന്നില്ലല്ലോ. എന്തായാലും മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, അവർ കൊണ്ടുവന്ന് ഷെയർ ചെയ്തിട്ടും കഴിച്ചതുകൊണ്ടൊക്കെ മക്കളുടെ ഇടയ്ക്ക് വന്നിങ്ങനെ എക്സ്പീരിയൻസ് പറയും കേട്ടോ, ടീച്ചർ ഇന്നത്തെ ദിവസം നല്ല രസമുണ്ടായിരുന്നു, നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറെ ക്ലാസ്സിലെ മക്കളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഓരോന്നിങ്ങനെ കൊണ്ടുവരുമ്പം ഒരുപാട് സ്നാക്സ് നമുക്ക് ഏതാ എടുക്കേണ്ട കൺഫ്യൂഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ പൊതുവെ എരിവുള്ള നോക്കിയിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ പിസ്സ ഒക്കെ ആ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ പിസ്സ കൊണ്ടുവന്ന മക്കളെല്ലാവരും ക്ലാസ്സിൽ ഭയങ്കര ബഹളമായിരുന്നു, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് ആ കൊണ്ടുവന്ന മക്കൾ എന്ത് ചെയ്തു, എനിക്ക് തന്നതിൻ്റെ പുറമെ എക്സ്ട്രാ 2 പീസും കൂടി തന്നു. അപ്പോൾ ബോയ്സിന് ഞാനൊരു പീസ് കൊടുത്തു, ഗേൾസിന് ഒരു പീസ് കൊടുത്തു. പിന്നെ അടുത്തത് അസറൻ്റെ പഴംപൊരിയും, അതും കട്ട് ചെയ്ത് അസറക്ക് കൊടുത്തു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റിന് നമ്മൾ ഇറച്ചി കേക്ക് ഇട്ട്, ഒലിവർ കൊണ്ടുവന്ന ഇറച്ചി കേക്ക് ലാസ്റ്റിനും കട്ട് ചെയ്തിട്ട്. അത് സംഭവം വലിയ കേക്കാണല്ലോ, ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പം അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ.